ഇനി ദീനിയാത്ത് അഖലാക്ക് എന്ന സംഭവം ഉണ്ട് അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് നമ്മോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മടക്കുക? അലൈക്കും അസ്സലാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? മദ്രസയിൽ വെച്ച് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്ന ആരാ? എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ആരാ? നബിതങ്ങളെ പേര് കേൾക്കുമ്പോ എന്താ പറയാ? നാം കൂട്ടുകൂടണം ആരോട്? എല്ലാവരോട്. ഇതൊക്കെ കേട്ടേത്താണത്. ഷഹബാൻ, അർറഹീം, അത്വാറ, തുഫാഹ. തഫീമിലെ കേട്ടേത്ത്. മുഖ്യമായത് അത്ഭുതം, കേരളം, തീവണ്ടിയിൽ കയറി, ദുറൂസിലെ കേട്ടേത്ത്. അപ്പൊ കേട്ടേത്തും കുറച്ച് വാക്കുകൾ പഠിച്ച ചൊല്ലി. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എവിടെയാണ്? നമുക്ക് വേണ്ടി അറിവുകൾ പഠിപ്പിച്ചു തരുന്നത് ആരാ? നാം കൂട്ടുകൂടണം ആരോട്? നമ്മെ പ്രസവിച്ചതാരാ? നീ കേട്ടതൊക്കെ നിങ്ങള്. ഹിമാറുൻ ത്വമാത്തിമു ദിൽ ഔതാദ്. വിശേഷം. വിശേഷം എന്ന് പറയുമ്പോൾ രണ്ടാമത്തിന് 4 പുള്ളിട്ടാ. നഖം ആകെ മാത്രം മതി. വിജ്ഞാനം ഒരു വിജ്ഞാനം. ഇത് കേട്ടത്തിന് വരാൻ സാധ്യതയുണ്ട് കേട്ടാ. നമ്മുടെ നബിന്റെ പേര് കേൾക്കുമ്പോ എന്താ പറയാ? ആരാധനക്ക് അർഹനാരാ? നാം സഹവസിക്കണം ആരോട്? നമ്മുടെ നബി വഫാത്തായത് എവിടെയാണ്? നമ്മുടെ നബിന്റെ പിതാവിന്റെ പേരെന്താണ്? നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നതാരാ? നീ കേട്ടതിന്റെ വാക്കുകളൊന്ന് നോക്കി. ഖിർത്തോസുൻ, മിഗ്സലുൻ, അദ്വാഉൻ, തത്ഹീറ, ഖല്ലിസ്ന, തവിട്, പരിഹസിക്കരുത്, വർഷം, നഗരം. ഇത്തരം വാക്കുകളൊക്കെ നോക്കി പഠിക്കും. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് നബി എന്നല്ലേ? നബിന്റെ പേര് കേൾക്കുമ്പോ എന്താ പറയാ? നമ്മെ ജീവിപ്പിക്കണം മരിപ്പിക്കണം അല്ലാഹു അല്ലേ? ആരാധനക്കർഹനാരാ? ചീത്ത കൂട്ടുകാരോട് നാം സഹവസിക്കാൻ പറ്റുമോ? അപ്പൊ നാം സഹവസിക്കണം ആരോട്? നമ്മുടെ നബി മക്കയിലല്ലേ ജനിച്ചത്? അപ്പൊ വഫാത്തായത് എവിടെ? നമ്മുടെ നബിയുടെ ഉമ്മാന്റെ പേര് ആമിന ബീവി അല്ലേ? അപ്പൊ ഉപ്പാന്റെ പേരോ? നമുക്ക് പുസ്തകമായി തരുന്നത് പിതാവല്ലേ? അപ്പോ അറിവ് പഠിപ്പിച്ചു തരുന്നതാരാ? നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹു അല്ലേ? നമ്മെ പ്രസവിച്ചതാരാ? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കൂലേ? ഇനി നോക്കി കേട്ടതിന് വന്നിട്ടുണ്ട്. ഹിർബാലുൻ, സബീബുൻ, ഖുലൂദുൻ, യഅമലൂന, യുവത്വം, ബന്ധം, വാഴപ്പഴം. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടതിന് പ്രതീക്ഷിക്കണം കേട്ടാ. നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്ന ആരാ? നാം കൂട്ടുകാരാക്കേണ്ടത് ആരെയാണ്? നാം രോഗിയായാൽ മരുന്ന് വാങ്ങാൻ കാശ് തരുന്നതാരാ? ഉപ്പ. നമ്മുടെ നബി തങ്ങൾ വഫാത്തായത് എവിടെയാണ്? 10 മാസത്തോളം ഗർഭം ചുമന്ന് നമ്മെ പ്രസവിച്ചതാരാ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഇനി നോക്കി കേട്ടതിന് ഒന്ന് കണ്ടൊരിക്കൽ. ലാ തുസിഗ് ഖുലൂബന അദ്ദായിമു ജുമാദൽ ഉഖ്റാ. സുപ്രഭാതം, പള്ളിയിൽ പോകണം, ഗാനം മുഴങ്ങും. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടതിന് നമ്മൾ ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് നല്ല കുട്ടികളായിട്ട് സൂപ്പറായിട്ട് പരീക്ഷ എഴുതി വിജയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.